കേരള ടു കാശ്മീർ ബൈ റോഡ് ട്രിപ്പ് ഒരുപാട് ആളുകളുടെ ആഗ്രഹമായിരിക്കും. കഴിഞ്ഞ 7 വർഷമായിട്ട് ഒരുപാട് ആളുകളുടെ ഈ ഒരു ആഗ്രഹം സാധിച്ചു കൊടുത്ത ട്രിപ്പൻസിൻ്റെ ജംഷിക്കയാണ് നമ്മളെ കൂടെ ഉള്ളത്. ജംഷിക്കയുടെ ഈ ഒരു ടൂർ പരിപാടിയിൽ ഒരുപാട് അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. നമുക്ക് ഓരോന്നോരോന്നായിട്ട് ചോദിച്ച് മനസ്സിലാക്കാം. അപ്പോൾ ജംഷിക്ക, ഈ ആദ്യം തന്നെ ആളുകൾക്ക് അറിയാൻ ആഗ്രഹം ഉണ്ടാവുക, ഏത് റൂട്ടാണ്, ഏതൊക്കെ രീതിയിലാണ് നിങ്ങൾ പോകുന്നതായിരിക്കും, എങ്ങനെയാണ് കേരളത്തിൽ നിന്ന് കാശ്മീർ വരെ എത്തുന്നത് എന്നുള്ളതായിരിക്കും. അപ്പോൾ നമുക്ക് നമ്മളിട്ട് പങ്കുവെക്കാൻ പറ്റും. ഈ ടൂർ എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു കേരളം മുതൽ കാശ്മീർ വരെ ഒരു 15 സ്റ്റേറ്റ് കവർ ചെയ്തിട്ടുള്ള ക്രോസ് ചെയ്ത് പോകുന്ന ഒരു ടൂറാണിത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നമ്മുടെ ട്രിപ്പ് ഉണ്ടായിരുന്നത് ഗോവ മഹാരാഷ്ട്ര റൂട്ടായിരുന്നു. ഇപ്പോൾ അത് നമ്മൾ മാറ്റി തമിഴ്നാട്, കർണാടക, ആന്ധ്ര, മഹാരാഷ്ട്ര, ഗുജറാത്ത്, രാജസ്ഥാൻ ആ വഴിക്കാണ്. പിന്നെ ഡൽഹി, ആഗ്ര, ഷിംല, പിന്നെ തിരിച്ച് പഞ്ചാബ് വന്ന് നേരെ കാശ്മീരിലേക്ക് പോകും. ഓൾമോസ്റ്റ് ഒരു 25ഓളം പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ കവർ ചെയ്യുന്ന രീതിയിലാണ് ഈ ടൂറ് ഡിസൈൻ ചെയ്തിട്ടുള്ളതും പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് ഇപ്പോൾ തമിഴ്നാട്ടിൽ ഇപ്പോൾ ഇഷായോഗി പലരും കണ്ടതായിരിക്കാം. പക്ഷെ എന്നാൽ പോലും നമ്മൾ തമിഴ്നാട്ടിൽ നിന്ന് ഇഷായോഗി, അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ കർണാടക പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മൈസൂർ പാലസൊക്കെ എല്ലാവരും കണ്ടിട്ടുണ്ട്. പക്ഷേ അതിനടുത്ത് തന്നെയുള്ള നമ്മുടെ എന്താ പറയുക ബാഹുബലി സ്റ്റാച്ചു, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അപൂർവ ആൾക്കാരാവും കണ്ടിട്ടുണ്ടാവുക. അതുപോലെ ബാലൻ കേവ് ആന്ധ്രയിലുള്ള, അത് കഴിഞ്ഞിട്ട് ഔറംഗാബാദിലുള്ള എന്താ പറയുക താജ്മഹലിൻ്റെ റിപ്ലിക്കൻ്റ് ആയിട്ടുള്ള എന്താ പറയുക ബിബിക മക്ബറ, പിന്നെ അജന്ത എല്ലോറ കേവ്സ്, അങ്ങനെ ഒരുപാട് അധികം എന്താ പറയുക ആൾക്ക് മീൻസ് ടൂറായിട്ട് പോകാൻ ബുദ്ധിമുട്ടുള്ള സംഭവങ്ങളാണ് ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഇന്ത്യയുടെ ഒരു കൾച്ചറും അതേപോലെ തന്നെ ഇന്ത്യയുടെ എല്ലാ വെതർ കണ്ടീഷൻസും അതുപോലെ തന്നെ എല്ലാ ടെറൈൻസും റോഡിൻ്റെ സിറ്റുവേഷൻസ്, അതായത് റോഡ് ഏതൊക്കെ തരം റോഡുകൾ വരുന്നുണ്ട്, ഏതൊക്കെ ടെറൈൻസ് വരുന്നുണ്ട്, എല്ലാം ഇതിൽ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. ഈ കേരള ടു കാശ്മീർ ട്രിപ്പ് ഇപ്പോൾ ഒരുപാട് ആളുകൾ ചെയ്യുന്നുണ്ടോ, എങ്ങനെയാ? അല്ലെങ്കിൽ കേരള ടു കാശ്മീർ ടൂർ പാക്കേജ് ആയിട്ട്, അതായത് ഇപ്പോൾ ടൂർ പാക്കേജ് എന്ന് പറയുമ്പോൾ ഒരു കസ്റ്റമറിനെ അല്ലെങ്കിൽ ഒരു ഒരാളിനെ സംബന്ധിച്ചിട്ട് അവർക്കെല്ലാം കംഫർട്ടായിരിക്കണം. അതായത് അവരുടെ എല്ലാ അക്കോമഡേഷൻസും പ്രോപ്പറായിരിക്കണം, സമയത്തിന് എത്തണം, കറക്റ്റായിട്ടുള്ള ഫുഡ് ലഭിക്കണം, അതേപോലെ തന്നെ എല്ലാ സ്പോട്ടുകളും സമയത്തിന് കാണണം. ഇതൊരു ചലഞ്ചാണ് ശരിക്കും. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ടൂർ നമ്മളൊരു ദിവസം നമ്മളിപ്പോൾ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ചെന്നെത്തുന്ന ദിവസം താജ്മഹൽ ക്ലോസ്ഡ് ആണെങ്കിൽ വലിയൊരു പ്രശ്നമാണ്. അപ്പോൾ ഇന്ത്യയിൽ പല പ്രധാനപ്പെട്ട ടൂർ സ്പോട്ടുകളും ഓരോ ദിവസം ആഴ്ചയിൽ മുടക്കുണ്ടായിരിക്കും. അപ്പോൾ ഒരു ടൂർ ഡിസൈൻ ചെയ്യുമ്പോൾ തന്നെ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഇതുപോലത്തെ ടൂറായിട്ട് പാക്കേജ് കംഫർട്ടായിട്ട് ഒരാൾക്ക് പോകാൻ, അതായത് ഒരു സിംഗിൾ പേഴ്സണ് പോലും ബുക്ക് ചെയ്ത് നമ്മുടെ കൂടെ ടൂർ വരാൻ പറ്റും. അതും ഒരു പ്രധാന ഘടകമാണ്. കാരണം ടൂറ് ഞങ്ങൾ 5 പേർക്ക് ടൂർ സെറ്റ് ചെയ്യാൻ സുഖം. പക്ഷേ ഇത് എപ്പോൾ വേണമെങ്കിലും സിംഗിളായിട്ട് നമ്മുടെ ടൂറിൽ ജോയിൻ ചെയ്യാം. അപ്പോൾ അതുപോലെ ഒരു ടൂർ പാക്കേജ് ആയിട്ട് ചെയ്യുന്നത് എൻ്റെ അറിവിൽ ആരും ഇല്ലല്ലേ? കേരളത്തിൽ നിന്നല്ല, ഇന്ത്യയിൽ നിന്ന് ഈ ടൂർ ചെയ്യുന്നില്ല. അത് അത്രയും ഒരു ധൈര്യത്തിൽ പറയാനുള്ളൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ടൂറിൻ്റെ ഒരു ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് കിട്ടിയിട്ടുണ്ട്. ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറെ ആരും ചെയ്യുന്നില്ല എന്നാണല്ലോ. അപ്പോൾ അത് ആധികാരികമായിട്ട് ഞങ്ങളൊരു 7ഓളം ട്രിപ്പ് കണ്ടക്ട് ചെയ്ത് പല പ്രാവശ്യമായിട്ട് അപ്ലൈ ചെയ്തിട്ടാണ് നമുക്ക് ഈ ഒരു റെക്കോർഡ് നമുക്ക് ലഭിച്ചത്. അപ്പോൾ അതുകൊണ്ടാണ് ആധികാരികമായിട്ട് പറയാൻ തോന്നുന്നത്. ഇനി ചെയ്യുന്നുണ്ടോ എന്ന് അറിയില്ല. റെഗുലറായിട്ട്, അതായത് ഒരു ട്രയൽ റണ്ണ് പോലെയൊക്കെ പലരും ചിലപ്പോൾ ചെയ്തിട്ടുണ്ടാകാം. റെഗുലറായിട്ട് കഴിഞ്ഞൊരു 7 വർഷത്തിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. ഇനി മുന്നോട്ട് നമ്മൾ എല്ലാ മാസവും ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് റെഗുലറായിട്ട് പോകാന്നുള്ളതാണ്. ഇപ്പോൾ ഈ ഇയർ എൻഡോട് കൂടിയിട്ട് നവംബർ ഡിസംബറോട് തുടങ്ങി എല്ലാ മാസവും റെഗുലറായിട്ട് നമ്മുടെ ഓൾ ഇന്ത്യ ടൂർ ചെയ്യാനാണ് നമ്മൾ പദ്ധതി ചെയ്തിട്ടുള്ളത്.